ജോലിയും വരുമാനവും ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇത്തരത്തിലൊരു കേസ് അലഹബാദ് ഹൈക്കോടതിയുടെ മുമ്പാകെ വന്നിരുന്നു. ഇടക്കാല ചെലവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ ഫാമിലി കോടതിയുടെ മുമ്പാകെ പോയി. മാസം 50,000 രൂപയാണ് ഭാര്യ ആവശ്യപ്പെട്ടത്. അതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത് ഭർത്താവിന് സ്വന്തമായി പഴക്കച്ചവടമുണ്ട് എന്നും റെന്റൽ ഇൻകം വരുന്നുണ്ട് എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ ഭർത്താവ് തനിക്ക് അത്തരത്തിലുള്ള ഒരു കച്ചവടവും ഇല്ല എന്നും തനിക്ക് ഒരു തരത്തിലുള്ള വരുമാനവും ഇല്ല എന്നും കോടതിയെ ബോധിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി അയാൾ ഒരു ജോലി ചെയ്യാൻ ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മിനിമം വേജസ് കണക്കാക്കി 2,500 രൂപ മാസം ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി വിധിക്കുകയുണ്ടായി. ഈ വിധിയിൽ സംതൃപ്തനായ ഭർത്താവ് നേരെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് പോയി. പക്ഷേ അലഹബാദ് ഹൈക്കോടതി പറഞ്ഞത് ഒരു ജോലിയും കൂലിയും വരുമാനങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ജോലി ചെയ്യാനുള്ള പ്രാഥമികമായ ആരോഗ്യശേഷി ഉള്ളതിനാൽ തന്നെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഭർത്താവിന് മേൽ നിർബന്ധമായ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ 2,500 രൂപ നിർബന്ധമായും കൊടുക്കണം എന്നുള്ളതിനേക്കാണ് അലഹബാദ് ഹൈക്കോടതിയും വിധിച്ചത്. അതുകൊണ്ട് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കുക, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ ചെലവ് നോക്കുക എന്ന് പറയുന്നത് ഭർത്താവിന് മേൽ നിർബന്ധ ബാധ്യത തന്നെയാണ്.